പാലക്കാട്ട് ബി.ജെ.പി. വോട്ടിന് പണം നൽകുന്നെന്ന് ആരോപണം. പണം വിതരണം ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. കണ്ണാടി മേഖലയിൽ പണം വിതരണം ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ദൃശ്യങ്ങൾ പകർത്തിയവരെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ഭീഷണിപ്പെടുത്തി. എന്റെ മൊബൈൽ തട്ടിപ്പറിക്കാണ് മൊബൈൽ തട്ടിപ്പറിക്കാണ് അല്ല നിങ്ങൾ ആദ്യം വന്നിട്ട് നിങ്ങൾ ആദ്യം പറഞ്ഞിട്ട് എന്റെ മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കുക. അങ്ങനെ മൊബൈലാക്കുന്ന കാര്യമൊന്നുമില്ലല്ലോ. വിവരങ്ങളുമായി പാലക്കാട് നിന്ന് ഷാരിഖ് നവാസ് ചേരുന്നു. ഷാരിഖ്, എന്തൊക്കെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? ദിലീപ് കുമാർ, പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കണ്ണാടി പഞ്ചായത്തിലാണ് വ്യാപകമായി വോട്ടിന് പണം നൽകി NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനും അതുപോലെ തന്നെ NDA പ്രവർത്തകരും ഇവിടെ പണം നൽകാൻ എത്തിയതെന്ന് പറഞ്ഞ് ആരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ഇവരെ തടഞ്ഞത്. അതായത് ഇവർ പണം നൽകിയ വീട്ടമ്മമാർക്ക്, അതായത് പ്രായമായ സ്ത്രീകൾക്കുൾപ്പെടെ പണം നൽകിയതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പകർത്തിയാണ് ഇവർ ഈ അത്തരത്തിൽ ആരോപണം ഉന്നയിക്കുന്നത്. ഇത് നൽകുന്നതിനിടെയാണ് NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനും അതുപോലെ തന്നെ പാലക്കാട് നഗരസഭ മുൻ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ഉൾപ്പെടെയുള്ളവർ ഇവര് മൊബൈൽ ദൃശ്യങ്ങൾ പകർത്തിയത്. ഈ പണം നൽകുന്നതിനിടെയാണ് ഈ കോൺഗ്രസ് പ്രവർത്തകർ, പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകരാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. ഈ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെയാണ് ശോഭാ സുരേന്ദ്രനുമായി വാക്കുതർക്കമുണ്ടായത്. ദൃശ്യങ്ങൾ തന്റെ അനുവാദമില്ലാതെ പകർത്താൻ പാടില്ലെന്നും വളരെ ക്ഷുഭിതയായാണ് ശോഭാ സുരേന്ദ്രൻ ഈ കോൺഗ്രസ് പ്രവർത്തകരോട് പെരുമാറിയത്. അതായത് ദൃശ്യങ്ങൾ പകർത്താൻ തന്റെ അനുവാദമില്ലാതെ പകർത്താൻ പാടില്ലെന്നും ഇനി ദൃശ്യങ്ങൾ പകർത്താൽ കരണക്കുറ്റിയടിച്ച് പൊട്ടിക്കുമെന്നുൾപ്പെടെയുള്ള ഭീഷണി മുഴക്കിയാണ് ശോഭാ സുരേന്ദ്രൻ ഇവരോട് പെരുമാറുന്നത്. എന്നാൽ ഇവർ ഈ പണം നൽകിയതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തുവിട്ടാണ് ഈ കോൺഗ്രസ് പ്രവർത്തകർ ആരോപണം ഉന്നയിക്കുന്നത്. അല്പസമയത്തിനകം അവർ തിരഞ്ഞെടുപ്പ് കമ്മീഷനും മറ്റും പോലീസിനും പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. തോൽവിയുടെ ഭയത്തിൽ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസങ്ങളിലും ഇത്തരത്തിൽ കണ്ണാടി, മാത്തൂർ പഞ്ചായത്തുകളിലും അതുപോലെ തന്നെ പാലക്കാട് നഗരസഭയിലെ വിവിധ കേന്ദ്രങ്ങളിലും പണവും അതുപോലെ തന്നെ സാരി ഉൾപ്പെടെ നൽകിയെന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിക്കുന്നത്. തോൽവിയുടെ ഭയത്തിലാണ് ഇത്തരത്തിൽ പണാധിപത്യം കൊണ്ട് വോട്ട് വാങ്ങാൻ NDA സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ NDA പ്രവർത്തകരും വ്യാപകമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ആരോപണം. പി ദിലീപ് കുമാർ. പാലക്കാട് ബി.ജെ.പി. വോട്ടിന് പണം നൽകുന്നു എന്ന് ആരോപണം. പണം വിതരണം ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ പകർത്തിയവരെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ഭീഷണിപ്പെടുത്തി. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഷാരിഖ് നവാസ് തുടരുന്നു. ഷാരിഖ് നവാസ്, ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ UDF നേതാക്കൾ ഒരുങ്ങുകയാണല്ലോ. അതിന്റെ എന്തെങ്കിലും കൂടുതൽ വിശദാംശങ്ങൾ കിട്ടിയിട്ടുണ്ടോ? ദിലീപ് കുമാർ, അല്പസമയത്തിനകം ഇവർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ രേഖാമൂലം പരാതി നൽകും. അതുപോലെ തന്നെ ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ സഹിതമാണ് പരാതി നൽകാൻ ഒരുങ്ങുന്നത്. ഇപ്പോൾ പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകരെയാണ് ഇവർ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളതും ഇത്തരത്തിൽ അവരെ തടഞ്ഞതുൾപ്പെടെയുള്ള സംഭവം ഉണ്ടായത്. കാറിനകത്ത് വെച്ചാണ് ഈ കോൺഗ്രസ് പ്രവർത്തകർ ഈ ശോഭാ സുരേന്ദ്രന്റെയും അതുപോലെ തന്നെ കൂടെ ഉണ്ടായിരുന്ന മുൻ നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരന്റെ ഉൾപ്പെടെ ഉള്ള ദൃശ്യങ്ങൾ പകർത്തിയത്. അതുപോലെ തന്നെ ഈ വീട്ടമ്മമാർ പണവുമായി നിൽക്കുന്ന ദൃശ്യങ്ങളും ഇവർ പുറത്തുവിട്ടു. ഈ ദൃശ്യങ്ങൾ അല്പസമയത്തിനകം തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേരിട്ടെത്തി ഇവർ പരാതി നൽകും. അതുപോലെ തന്നെ പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്കും അതുപോലെ തന്നെ ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷനിലും, ഈ സ്റ്റേഷന്റെ പരിധിയായ ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെ പരാതി നൽകാനാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലെ UDFന്റെ തീരുമാനം. അല്പസമയത്തിനകം നമ്മളിപ്പോൾ അവിടെ എത്തിച്ചേരും. ഇവരുടെ പ്രതികരണം ഉൾപ്പെടെ നമുക്ക് ലഭ്യമാകും. ദിലീപ് കുമാർ. വളരെ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന സംസ്ഥാനത്തെ മണ്ഡലങ്ങളിലൊന്നാണ് പാലക്കാട്. അവിടെയാണ് ഇപ്പോൾ ഈ ആരോപണം ഉയർന്നു വന്നിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരിക്കുകയാണ്. ഈ ദൃശ്യങ്ങൾ പകർത്തിയതുമായി ബന്ധപ്പെട്ട് വോട്ടിന് നോട്ട് എന്നത് അതാണ് ഈ ആരോപണം. UDF പ്രവർത്തകരാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ നമുക്ക് ഒരിക്കൽ കൂടി കാണാം.
എവിടെ നിങ്ങളുടെ തേങ്ങയിലെ എവിടെ അത് നിങ്ങൾ ചെയ്തോളൂ. നിങ്ങൾ എന്താ നിങ്ങൾ എന്റെ മൊബൈലിൽ ഞാൻ എന്റെ അത് അല്ല അല്ല എന്റെ മൊബൈലിലേക്ക് നിങ്ങളെന്താ വിചാരിച്ചു അതിലൊന്നും വേണ്ട. എന്റെ മൊബൈലിൽ എന്റെ കാരണം കുട്ടി ഞങ്ങളുടെ കാറിലേക്ക് ഞങ്ങൾക്ക് ബഹുമാനത്തോട് ഒരു കാരണമാണ്. അല്ല നിങ്ങൾ ഫോട്ടോ എടുക്കുന്നത് നിങ്ങൾ ആദ്യം പറഞ്ഞിട്ടുണ്ടോ? എടുക്കാൻ പറ്റില്ല നിനക്ക്. നിങ്ങൾ എന്നോട് അങ്ങനെയല്ല പറഞ്ഞു. നിങ്ങൾ എന്നോട് അങ്ങനെയല്ല പറഞ്ഞു. നിങ്ങൾ വന്നത് എന്റെ കാറിന്റെ എന്റെ മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കി. എന്റെ മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കി. മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കി. നിങ്ങൾക്ക് അത് ചെയ്യേണ്ട കാര്യമില്ല. ബഹുമാനം നമ്മൾ അങ്ങേയറ്റം ബഹുമാനമുള്ളതാണ്. അല്ല നിങ്ങൾ ആദ്യം വന്നിട്ട് നിങ്ങൾ ആദ്യം പറഞ്ഞിട്ട് എന്റെ മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കി. അങ്ങനെ മൊബൈലാക്കുന്ന കാര്യമൊന്നുമില്ലല്ലോ. എവിടെ നിങ്ങളുടെ തേങ്ങയിലെ എവിടെ അത് നിങ്ങൾ ചെയ്തോളൂ. നിങ്ങൾ എന്താ നിങ്ങൾ എന്റെ മൊബൈലിലേക്ക് ഞാൻ എന്റെ അത് അല്ല അല്ല എന്റെ മൊബൈലിലേക്ക് നിങ്ങളെന്താ വിചാരിച്ചു അതിലൊന്നും വേണ്ട. എന്റെ മൊബൈലിൽ എന്റെ കാരണം കുട്ടി ഞങ്ങളുടെ കാറിലേക്ക് ഞങ്ങൾക്ക് ബഹുമാനത്തോട് ഒരു കാരണമാണ്. പാലക്കാട് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ഷാരിഖ് നവാസ് തുടരുന്നുണ്ട്. ഷാരിഖ് നവാസ്, വോട്ടിന് നോട്ട് എന്ന ആരോപണം ഇപ്പോൾ UDF അവിടെ ഉന്നയിച്ചിരിക്കുകയാണ്. ദൃശ്യങ്ങൾ സഹിതമാണ് UDF ഈ കാര്യത്തിൽ BJPക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. അവിടെ പണം നൽകുന്ന ദൃശ്യങ്ങൾ, വോട്ടർമാർക്ക് പണം നൽകുന്ന ദൃശ്യങ്ങൾ UDF പ്രവർത്തകർ പകർത്തിയിട്ടുണ്ട്. BJP സ്ഥാനാർത്ഥി NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനും ഈ പ്രവർത്തകരും തമ്മിൽ ചെറിയ വാക്കേറ്റവും നടന്നിട്ടുണ്ട്. അതും ദൃശ്യങ്ങളിൽ കാണാം. ഏതായാലും ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ ജില്ലാ ഭരണകൂടമോ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടോ? ഇത്തരത്തിൽ ഇപ്പോൾ നമുക്ക് അത്തരത്തിൽ വിവരങ്ങൾ ലഭ്യമല്ല. കാരണം ഇവർ പരാതി കൊടുത്ത ശേഷം മാത്രമാണ് ഇപ്പോൾ ഇനി ഇതിന് നടപടി സ്വീകരിക്കുള്ളൂ. എന്നാൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഈ സംഭവത്തിന്റെ വിവരങ്ങൾ തേടിയിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരിൽ നിന്നും ഈ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്, ഈ ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അതായത് അല്പസമയം മുമ്പാണ് കണ്ണാടിയിലെ കണ്ണാടി എന്ന് പറയുന്നത് ഒരു പഞ്ചായത്താണ്. ആ പഞ്ചായത്തിലെ പല മേഖലകളിലും കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ ഇവർ ഈ സ്ഥാനാർത്ഥി നേരിട്ട് തന്നെ ചെന്ന് പണം വിതരണം ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായത്. ഇതിനിടെയാണ് കണ്ണാടിയിലെ പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകർ ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. ഇവർ ഈ പണം നൽകി തിരികെ വരുന്നതിനിടെയാണ്, കാറിൽ സഞ്ചരിക്കുന്നതിനിടെയാണ് ഇവർ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാക്കുതർക്കവും ഉണ്ടായത്. അപ്പോൾ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനും അതുപോലെ തന്നെ പാലക്കാട് നഗരസഭയിലെ മുൻ നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ഉൾപ്പെടെയുള്ളവർ ഈ കണ്ണാടിയിലെ പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകരോടും അതുപോലെ തന്നെ നേതാക്കളോടും ശുഭതയായിട്ടാണ് പെരുമാറുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.